പാല് കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇതുണ്ടാക്കാനായിട്ട് എല്ലാവരുടെയും വീട്ടിൽ സാധാരണഗതിയിൽ കാണുന്ന കുറച്ച് ചേരുവകൾ മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ 1 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. പാലെടുക്കുമ്പോൾ അത്യാവശ്യം ഫുൾ ഫാറ്റുള്ള പാലാണ് എടുക്കുന്നതെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരിക്കും. ഇതാദ്യം ഒന്ന് തിളപ്പിച്ചെടുക്കാനാണ് പോകുന്നത്. ഇപ്പോൾ ഇതാ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ ഫ്ലെയിം ഏറ്റവും ലോയിലേക്ക് മാറ്റാം. അതിനുശേഷം ഇതിലേക്ക് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വിനാഗിരിയോ ലെമൺ ജ്യൂസോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഈ ഒരു പാല് പിരിച്ചെടുക്കാനാണ് പോകുന്നത്. അതായത് ഈ പാലിൽ നിന്നും പനീർ ഉണ്ടാക്കിയെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഓരോ ടേബിൾ സ്പൂണായിട്ടാണ് ഞാനിവിടെ വിനാഗിരി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ പാലിങ്ങനെ ചെറുതായി പിരിഞ്ഞ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. എന്നിട്ട് ഓരോ ടേബിൾ സ്പൂണായിട്ട് വിനാഗിരി ചേർത്ത് കൊടുത്ത് അത് കംപ്ലീറ്റ് ആയിട്ട് പിരിഞ്ഞ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാണ് വേണ്ടത്. ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കണ്ട. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആദ്യം ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഫ്ലെയിം ഒരു മീഡിയത്തിലോട്ടേക്ക് മാറ്റിയിട്ട് ഇത് കറക്റ്റായിട്ട് പിരിഞ്ഞ് വരുന്നവരെ വെയിറ്റ് ചെയ്താൽ മതി. ഇത് ഒരുപാട് നേരം നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന പനീർ ഒരുപാട് ഹാർഡായിട്ടാണ് കിട്ടുക. അതുപോലെ ഹാർഡായിട്ടുള്ള പനീറല്ല നമുക്ക് വേണ്ടത്. നല്ല സോഫ്റ്റ് ആയിട്ട് വേണം നമ്മളുടെ പനീർ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇപ്പോൾ നോക്കൂ, പാല് നന്നായിട്ട് പിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിപ്പോൾ തന്നെ ഒന്ന് അരിച്ചെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലത്തെ ഒരു സ്ട്രെയിനർ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഒരു നേർത്ത തുണിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് പിരിച്ചെടുത്തിരിക്കുന്ന പാല് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു 2-3 പ്രാവശ്യം നല്ലപോലെ കഴുകിയെടുക്കണം. ഇതുപോലെ കഴുകിയെടുക്കുന്നത് ആ ഒരു വിനാഗിരിയുടെ രുചി ഇതിൽ നിന്നും മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. സാധാരണ വെള്ളം ഉപയോഗിച്ച് 2-3 പ്രാവശ്യം നല്ലപോലെ കഴുകിയെടുത്താൽ മതി. ഈ ഒരു പനീർ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വിനാഗിരി ഉപയോഗിച്ചോ ലെമൺ ജ്യൂസ് ഉപയോഗിച്ചോ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ആ ഒരു അളവ് വ്യത്യാസം വരും. ഇത് നന്നായിട്ട് പിരിഞ്ഞ് വരുന്നത് വരെ ചേർത്തെടുത്താൽ മതി. ഇതിപ്പോൾ തന്നെ ഞാൻ 2-3 പ്രാവശ്യം നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം നല്ലപോലെ തന്നെ മാറ്റിയെടുക്കണം. ഇതുപോലെ നന്നായിട്ട് അമർത്തി അതിലെ വെള്ളം മുഴുവനായിട്ട് മാറ്റിയെടുക്കുക. ഇത് നിങ്ങൾക്കൊരു 10 മിനിറ്റ് നേരത്തേക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ തൂക്കിയിടാവുന്നതാണ്. ആ ഒരു വെള്ളം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടി സഹായിക്കും. ഇതുപോലെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് നമുക്ക് പനീർ കിട്ടിയിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മളുടെ പനീർ ഇരിക്കുന്നത്. ഇനി ഇത് കൈയെടുക്കാതെ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നല്ലപോലെ നീഡ് ചെയ്തെടുക്കണം. നീഡ് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഇതുപോലെ അമർത്തി നീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ സോഫ്റ്റ് ആക്കി എടുക്കാനാണ് പോകുന്നത്. പനീർ നോർമലി കട്ടകളായിട്ടാണ് ഉണ്ടാകുക. പക്ഷെ അങ്ങനെയല്ല നമ്മളുടെ കൂട്ട് വേണ്ടത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കൂട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഇങ്ങനെ അമർത്തി തന്നെ നീഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും തന്നെ ഇത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും. ഇപ്പോൾ ഇതാ 10 മിനിറ്റോളം ഞാൻ നന്നായിട്ട് തന്നെ ഇവിടെ നീഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളുടെ കൂട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഷേപ്പ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇന്ന് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത് ബംഗാളി സ്വീറ്റ് ആയിട്ടുള്ള ചംചമാണ്. അതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഓവൽ രീതിക്കാണ് ഉണ്ടാകുക. ഇതുപോലെ കയ്യിൽ വെച്ച് ഓവൽ ഷേപ്പ് ആക്കിയതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു രീതിക്കാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഞാൻ എല്ലാം തന്നെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം 6 എണ്ണം ഒരു ചെറിയതുമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിനേക്കായിട്ടുള്ള പഞ്ചസാര പാനിയാണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 2 കപ്പ് വെള്ളമാണ് നമ്മളിവിടെ ഒഴിച്ചു കൊടുക്കേണ്ടത്. ആദ്യം ഈ ഒരു പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വരുന്നത് വരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിന് നൂൽപ്പരുവൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ആ ഒരു പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്നാൽ മാത്രം മതി. ഇപ്പോൾ ഇതാ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്ന് ആ ഒരു പഞ്ചസാര പാനി നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഇതിലേക്ക് 2 ഏലക്ക തൊണ്ടോട് കൂടിയിട്ട് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച് ഷേപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ആ ഒരു പനീറും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം തന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 10 മിനിറ്റ് നേരത്തേക്ക് വേവിച്ചെടുക്കുക. 10 മിനിറ്റ് ആകുമ്പോൾ ഇത് നന്നായിട്ട് വികസിച്ച് വന്നിട്ടുണ്ടാകും. എന്നിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ച് വെച്ച് 10 മിനിറ്റ് നേരമാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. അങ്ങനെ മീഡിയം ഫ്ലെയിമിൽ 20 മിനിറ്റോളം ഞാനിവിടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിങ്ങനെ തന്നെ വെച്ചിട്ട് അതിൻ്റെ ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം.
ഈ ഒരു സമയത്ത് അതിൻ്റെ നടുവിലായിട്ട് വെക്കുന്ന ആ ഒരു കൂട്ട് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1/3 കപ്പ് പാലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. നമ്മൾ എത്രയാണോ പാൽപ്പൊടി ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ പകുതി അളവ് പാലാണ് ഉപയോഗിക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് പാൽപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഏകദേശം 1/3 കപ്പ് പാൽ ഞാനിവിടെ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പാല് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാൽപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നന്നായിട്ട് യോജിച്ച് വരണം. ആ ഒരു പാൽപ്പൊടിയുടെ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ഞാനിപ്പോൾ നന്നായിട്ട് തന്നെ ഇവിടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ അത് നന്നായിട്ട് തിക്കായിട്ട് വന്നതായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. ഇനി ഇതിലേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടിച്ച പഞ്ചസാരയാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഏകദേശം 3 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതൊരു ഇളം മധുരം മാത്രമേ കാണുള്ളൂ. ആ ഒരു രീതിക്കാണ് ഇത് തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു പഞ്ചസാരയൊക്കെ നന്നായിട്ട് യോജിച്ച് വന്ന് ഈ ഒരു കൂട്ട് പാനിൽ നിന്ന് നന്നായിട്ട് റിലീസായിട്ട് വരുന്നത് വരെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇതിപ്പോൾ നന്നായിട്ട് പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ യെല്ലോ ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫുഡ് കളർ ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ആ ഒരു ലെയർ സെപ്പറേറ്റ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ യെല്ലോ ഫുഡ് കളർ ഉപയോഗിച്ചിരിക്കുന്നത്. കളർ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ പാകത്തിന് തന്നെ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ പാനിൽ നിന്നൊക്കെ റിലീസായിട്ട് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിൻ്റെ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ആ ഒരു സമയത്ത് ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിരുന്നു. ആ ഒരു കൂട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഇപ്പോൾ ചൂടൊക്കെ മാറി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടാണ് നമ്മളുടെ കൂട്ടിരിക്കുന്നത്. ഇത് പാൽപ്പേടയുടെ രുചിയാണ് ഉണ്ടാകുക. ഇനി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പനീറിൻ്റെ കൂട്ടെടുക്കുക. അത് നന്നായിട്ട് തന്നെ വികസിച്ച് വന്നിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് നടുഭാഗത്തേക്കായിട്ട് കട്ട് ചെയ്യാം. ഒരുപാട് സോഫ്റ്റായിട്ടല്ല ഉണ്ടാകുക, ഒരല്പം ഹാർഡായിട്ടാണ് ഉണ്ടാകുക. പക്ഷേ ഉള്ളോളം നല്ല പോലെ തന്നെ ഷുഗർ സിറപ്പ് കയറിയതായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. ഇതിൻ്റെ നടുവിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ടും കൂടെ വെച്ച് കൊടുക്കാം. ഒരേപോലെ ലെവൽ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ആ ഒരു മോൾ ഭാഗം വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിക്ക് തയ്യാറാക്കിയെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/4 ഭാഗത്തോളം മുറിച്ചെടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത് ബംഗാളി സ്വീറ്റ് ആയിട്ടുള്ള ചംചമാണ്. ഇത് 1-2 ദിവസത്തിനുള്ളിൽ തന്നെ തിന്ന് തീർക്കേണ്ട ഒരു പലഹാരമാണ്. നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടും ഇത് ഉപയോഗിക്കാവുന്നതാണ്. പുറമേ വെക്കുകയാണെങ്കിൽ 1 ദിവസമൊക്കെ വെക്കാൻ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിതിപ്പോൾ ഇവിടെ പൊട്ടിച്ചും കൂടെ കാണിക്കുന്നുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മളുടെ ചംചം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുറമേത്തെ ആ ഒരു ലെയറിൽ നല്ല പോലെ തന്നെ ഷുഗർ സിറപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക്സ് പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.